നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. മലമ്പുഴയിലെ സർക്കാർ ക്വാർട്ടേഴ്സുകളിൽ കഴിയുന്നവർ ഭീതിയോടെയാണ് കഴിയുന്നതെന്ന് താമസക്കാർ പറയുന്നു. വൈദ്യുതി പോസ്റ്റുകൾ പലതും ചെരിഞ്ഞാണ് നിൽക്കുന്നത്. ഏതു നിമിഷവും വീഴുമോ എന്ന ഭീതി അവർക്കുണ്ട്. KCBക്കാരെ അറിയിച്ചെങ്കിലും അവർ ഇത് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞതെന്നാണ് അവിടുത്തെ താമസക്കാർ പറയുന്നത്. മാത്രമല്ല, വൈദ്യുതി കമ്പി വളരെ താഴ്ന്നാണ് പോകുന്നത്. പച്ചിലകളിലോ മറ്റോ തട്ടി ഷോക്കേൽക്കാനും, മാത്രമല്ല രാത്രിയിൽ വരുന്നവർക്ക് അഥവാ തട്ടിയാൽ അപകടം സംഭവിക്കുമെന്നും ഈ താമസക്കാർ പറയുന്നു. മാത്രമല്ല, കേബിൾ ഓപ്പറേറ്റർമാരുടെ കേബിളുകളും ഇവിടെ വളരെ താഴ്ന്ന് ആണ് കിടക്കുന്നത്. ഇരുചക്രവാഹനങ്ങളിലോ മറ്റോ വരുമ്പോൾ രാത്രിയിൽ കഴുത്തിൽ കുടുങ്ങും എന്നുള്ള ഭീതിയും ഉണ്ട്. ഇതേപ്പറ്റി ഇവിടുത്തെ താമസക്കാരനായ ജോഷി വിശദമായി നമ്മളോട് സംസാരിക്കുന്നു. നമുക്ക് കേൾക്കാം. മലമ്പുഴ 10ാം വാർഡിലാണുള്ളത്. ഈ 10ാം വാർഡിൽ ക്വാർട്ടേഴ്സ് ഏരിയയിലത്തെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. എല്ലാ പോസ്റ്റുകളും ചെരിഞ്ഞ് നിൽക്കുകയാണ്. പല പ്രാവശ്യം KCBക്കാരോട് ഇത് പറഞ്ഞു, ഇങ്ങനെ പോസ്റ്റ് ചെരിഞ്ഞ് നിൽക്കുകയാണ്. അവരാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, വീഴില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ കമ്പി പോലും വളരെ താഴെ നമുക്ക് കൈയെത്തിച്ച് തൊടാൻ പറ്റുന്ന രീതിയിലാണ് കമ്പികൾ നിൽക്കുന്നത്. അത് സ്കൂൾ വിദ്യാർത്ഥികൾ പോലും ഇഷ്ടംപോലെ പോണ വഴിയാണ്. എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാവുന്ന ഒരു ഏരിയയാണത്. പിന്നെ നമുക്കൊരു മെമ്പറുണ്ട്. മെമ്പറാണെങ്കിൽ ഈ ഭാഗത്തേക്ക് വന്നിട്ടാണെങ്കിൽ എത്ര നാളാണെന്ന് യാതൊരു പിടുത്തവുമില്ല. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ എന്താണ് വിശേഷങ്ങളൊന്നും അന്വേഷിക്കുക, കാര്യങ്ങൾ ഒന്നും ചെയ്യാറില്ല. ഇവിടെ മൊത്തം ഈ കോമ്പൗണ്ടിൽ പ്ലാസ്റ്റിക് മാലിന്യമൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ്. ഒരു ആശാ വർക്കറുണ്ട്, അവരും വരുന്നില്ല, മെമ്പറും വരുന്നില്ല, ആരും വരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. ആകെ കാട് പിടിച്ച് രാത്രി കഴിഞ്ഞ് ലൈറ്റുകൾ പലതും കത്തണില്ല. പന്നികളും എന്തൊക്കെയോ രാത്രി വരുന്ന ശല്യങ്ങളും ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ KCBക്കാരുടെ ഈ അനാസ്ഥ കണ്ടമാനം ബുദ്ധിമുട്ടാണ്. വല്ലാത്തൊരു എന്താ പറയുക, ഇപ്പം 4 ദിവസം വെള്ളമില്ലാണ്ടാണ് ഇവിടെയുള്ള ക്വാർട്ടേഴ്സിലെ ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അവർ ബുദ്ധിമുട്ടിയത്. 2 ദിവസം എന്ന് പറഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് 4ാമത്തെ ദിവസമാണ് ഇവിടെ വെള്ളം വന്നത്. അത് പല പ്രാവശ്യങ്ങളും വിളിച്ച് പറഞ്ഞപ്പോൾ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അതേമാതിരി KCBക്കാരുടെ അവസ്ഥ വളരെ ഇതാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ പോണ വഴിയാണ് മെയിനായിട്ട്. ഒരു പോസ്റ്റിൻ്റെ അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല. ഇത് ഒരു പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന അറ്റത്താണ്, അത്രയും ദൂരത്താണ് ഒരു പോസ്റ്റ് നിൽക്കുന്നത്. അവിടെ കമ്പികൾ കംപ്ലീറ്റ് നമുക്ക് കൈകൊണ്ട് തൊടാം. പച്ചലകൾ ആകെ പടർന്ന് കയറിയിരിക്കുകയാണ്. അതിനൊക്കെ വിദ്യാർത്ഥികൾക്ക് മിക്കതും വീണ് കഴിഞ്ഞാൽ അവർക്കറിയില്ല. കൊച്ചു കുട്ടികൾ പോണതാണ്. എൻ്റെ മാതിരിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഈ ക്വാർട്ടേഴ്സുകൾ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് നിൽക്കുന്നത് അവിടെ ക്ഷുദ്രജീവികളുടെ ശല്യമുണ്ടോ? തീർച്ചയായിട്ടും. പട്ടികൾ, തെരുവ് നായ്ക്കൾ പെറ്റി കിടക്കുന്നുണ്ടോ? നായ്ക്കൾ പെറ്റ് പെരുകി കിടക്കണം അവിടെ. കാരണം ആളില്ലാത്ത എല്ലാ ക്വാർട്ടേഴ്സുകളിലും നായ്ക്കൾ പെറ്റ് പെരുകിയിട്ട് നായ്ക്കൾ വന്ന് ചേക്കരിയിരിക്കുകയാണ്. പിന്നെ പല സ്ഥലത്തും ആരൊക്കെയോ ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ച് പോവാണ്. നായ്ക്കളായിക്കോട്ടെ പൂച്ചകളായിക്കോട്ടെ എല്ലാത്തിനും ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ച് പോവാണ്. പക്ഷെ നമ്മൾക്ക് പറ്റാവുന്ന നല്ല പൂച്ചക്കുട്ടികളെ കിട്ടും. എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് പൂച്ചക്കുട്ടികൾ. കാരണം ഞാൻ എടുത്തുകൊണ്ട് വളർത്തുകയാണ് അവിടെ. അങ്ങനെ ഉള്ള തീറ്റ നമ്മൾ അവർക്ക് കൊടുക്കും. അവർക്ക് കിട്ടാണ്ട് വരുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ പോയി തന്നെ കാണാം. കാരണം ഇഷ്ടംപോലെ നായ്ക്കളാണ് ഇവിടെ പെറ്റി വരിയിരിക്കുന്നത്. പന്നി പോലും പെറ്റി കിടക്കുന്ന സ്ഥലമാണ്. കണ്ടമാനം പന്നികളാണ് ഇവിടെ 5 മണി കഴിഞ്ഞാൽ വന്ന് നിറയുന്നത്. അത്രയും ശല്യം കാര്യങ്ങളുള്ള ഏരിയയാണിത്. വളരെ ബുദ്ധിമുട്ട്. മൊത്തം കാട് പിടിച്ചെടുക്കുക. എല്ലാ സ്ഥലത്തും വെട്ടി വെളുപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഏരിയ മാത്രം ഒന്നും ചെയ്യുന്നില്ല. തൊഴിലുറപ്പുകാരൊന്നും ഈ വഴിക്ക് വരുന്നില്ലേ? ഈ വഴിക്ക് ഇല്ല, ഇനി വരും. മറ്റേ ഇലക്ഷനൊക്കെ അടുത്ത് അല്ലോ, അപ്പം വീടിന് മിറ്റം വരെ വന്ന് ആ സമയമാകുമ്പോൾ അടിച്ചു തരാൻ എല്ലാവരും വരും. ഇത്രയും കാലമായിട്ട് നമ്മളെല്ലാം നമ്മുടെ കൈ കൊണ്ട് തന്നെ എല്ലാം വെട്ടി ചെത്തി വെടുപ്പാക്കുകയാണ്. തൊഴിലുറപ്പുകാരുണ്ടെന്ന് പറയുന്നത്. പക്ഷേ അവർ ഈ ഭാഗം കണ്ടിട്ട് എത്ര നാളെന്ന് വെറുതെ ചോദിച്ചു നോക്കുക. അവർ വരും, വീട്ടിൽ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ 50 രൂപ മേടിക്കാൻ വേണ്ടി വരും. അതൊക്കെ പുറത്ത് ഡംപ് ചെയ്ത് വെക്കുകയല്ലേ ചെയ്യണേ? ഇപ്പം അതും റോട്ടിൽ ഉപയോഗിച്ച് പോവാണ്. ഇപ്പം അടുത്ത ആണ്ടാണ് എടുത്ത് കൊണ്ടുപോയത്. ഇത്ര നാൾ അവിടെ കുന്നുകൂടി കിടക്കുകയായിരുന്നു. അതേ അവസ്ഥയിലാണ് ഇവിടെ ഇത് പോണത്. പഞ്ചായത്തിൽ പഞ്ചായത്ത് പറയും റിയാഷൻകാരാണ് ചെയ്യുന്നത്. റിയാഷൻകാരോട് പറഞ്ഞത് അവർ പറയും പഞ്ചായത്തിൽ എന്തായാലും നമുക്ക് മെമ്പർ എടുത്താണ് എന്ത് കാര്യം പറയാൻ പറ്റുള്ളൂ. ഇന്ന മാതിരി ഉള്ള അവസ്ഥ വളരെ മോശമാണ് ഇവിടുത്തെ കാര്യങ്ങൾ.
അല്ല അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ഇപ്പം മാറിയല്ലോ. പഞ്ചായത്ത് സെക്രട്ടറി മാറി, പുതിയ സെക്രട്ടറി വന്നു എന്ന് പറയുന്നുണ്ട്. ഇനി പുതിയ സെക്രട്ടറി വന്നിട്ട് എന്താണ് അവസ്ഥ നമുക്കറിയില്ല. പഴയ സെക്രട്ടറി ഉണ്ടായിരുന്നു അങ്ങനെ വ്യക്തി. ആ വ്യക്തിയെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയില്ല. ഇവിടെ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ പറയുന്നത് ഒരു ഉപജീവനമാർഗം കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. അത് കാരണം എനിക്ക് കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ല. സെക്രട്ടറി കഴിഞ്ഞ സെക്രട്ടറി എത്ര കാലം ഉണ്ടായിരുന്നു? ഒരാഴ്ച 2 ആഴ്ച എത്രയും ഉണ്ടായിരുന്നു? ആള് 1 മാസത്തിൻ്റെ അടുത്ത് അത്രേ ഇരുന്നുള്ളൂ. അപ്പോഴേക്കും ചില സാങ്കേതിക കാരണങ്ങളാൽ പോകേണ്ടി വന്നു. ആള് കരഞ്ഞു. പരമാവധി ആള് പഞ്ചായത്തിലേക്ക് ആദ്യം വരാറില്ല. ഒക്കെ റൂമിലിരുന്നു കൊണ്ടാണ് ആള്. ഇവിടെ ഒരു പാരഡൈസ് ഹോട്ടലിലെ റൂമുണ്ട്. ആ റൂമിലിരുന്നു കൊണ്ടാണ് ആളെല്ലാം പേപ്പറുകളും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. ഓഫീസിലേക്ക് വരില്ല. പാരഡൈസ് ഹോട്ടലിലത്തെ റൂമിലാണ് ആളുടെ ഓഫീസ്. അവിടേക്ക് ഇവിടുന്ന് പല ഫയലുകളും കൊണ്ട് അങ്ങോട്ട് ഉദ്യോഗസ്ഥന്മാർ പോകും. അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നിരുന്നത്. ഇപ്പോൾ ആളെ നാട്ടിലേക്ക് തന്നെ ട്രാൻസ്ഫറായി പോയി. ഇപ്പോൾ പുതിയ ആൾ വന്ന് കണ്ടിട്ടില്ല, എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഇനി ആളോട് കാര്യങ്ങൾ കുറച്ച് സംസാരിക്കണം. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.